വിദേശ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യയിലെത്തിയ മോദി ഉടൻ തന്നെ ഒരു ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ മോദി ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കൂടാതെ അടുത്ത മാസം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിലൊരു പ്രധാന വിഷയമായി മാറി. അതിൽ വരുന്നത് അതായത് രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ജൂൺ 18-നാണ് വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 സീറ്റുകളിലേക്ക് വീതം തെരഞ്ഞെടുപ്പ് നടക്കും. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായി തന്നെ നോക്കുന്നത്. കൂടാതെ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കും ജാർഖണ്ഡിൽ 2 സീറ്റുകളിലേക്കുമാണ് ജനവിധി നടക്കാൻ പോകുന്നത്. മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന ഓരോ സീറ്റുകളിലേക്കും ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. രാജ്യസഭയിലെ നിലവിലെ അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ദേശീയ രാഷ്ട്രീയത്തിലെ അനവധി പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പോടെ രാജ്യസഭയിലേക്ക് നിന്ന് കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള പ്രതിനിധിയും മുതിർന്ന നേതാവുമായ ദിഗ്വിജയ് സിംഗ്, കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, ജോർജ് കുര്യൻ ഉൾപ്പെടെ ജനശ്രദ്ധ ആകർഷിച്ച രാഷ്ട്രീയ നേതാക്കളുടെ രാജ്യസഭാ കാലാവധിയും ഇതോടെ അവസാനിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ വീണ്ടും MP ആയിട്ട് രാജ്യസഭയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഇവർ രാജ്യസഭയിലേക്ക് എത്തുമോ എന്ന് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസമാണിത്. ഇതിനു പുറമെ മുൻ മുഖ്യമന്ത്രി ശിബു സോറന്റെ വിയോഗത്തെ തുടർന്ന് ജാർഖണ്ഡിൽ ഒഴിവ് കിടക്കുന്ന സീറ്റുകളിലേക്കും ഈ സമയം ജനവിധി തേടും. പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. മൊത്തം അംഗങ്ങളിൽ 1/3 പേർ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നതാണ് രാജ്യസഭയുടെ ചിട്ടയായ രീതി. ഇത്തരത്തിൽ വിരമിക്കുന്ന അംഗങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്താനാണ് സംസ്ഥാന തലങ്ങളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികൾക്കുള്ള മുൻഗണന അടയാളപ്പെടുത്തുന്നതിന് റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന വയലറ്റ് നിറത്തിലുള്ള പ്രത്യേക സ്കെച്ച് പേനുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശമുണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ നിയമസഭാ അംഗങ്ങൾ സ്വന്തമായോ അതോടൊപ്പം തന്നെ നിർദ്ദേശിക്കപ്പെട്ടത് അല്ലാത്തതോ ആയ യാതൊരു പേനയും ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശവുമുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയാൽ വോട്ട് അസാധുവായി പ്രഖ്യാപിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് പൂർണ്ണ അധികാരമുണ്ട്. ജൂൺ 18-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പോളിംഗ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അന്ന് വൈകിട്ട് 5-ന് തന്നെ വോട്ടെണ്ണൽ ഫലം പ്രഖ്യാപിക്കും. ജൂൺ 30-ന് മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മുഴുവനായും പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിപ്പിൽ പറയുന്നുണ്ട്. പോളിംഗ് നടപടികൾ സുതാര്യമാക്കാൻ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികൾക്കാണ് രാജ്യസഭയിലേക്ക് വോട്ട് അവകാശമുള്ളത്.